ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. എന്തായിരുന്നു ഓംസ് ലോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ I പ്രൊപ്പോർഷണൽ ടു വി, അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. വി ഐ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതായിരുന്നു ഓംസ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷെ എല്ലാ മെറ്റീരിയലിലും എല്ലായ്പ്പോഴും ഈ ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ലിമിറ്റേഷൻ, V ceases to be proportional to I. That is, the relation between V and I is not linear, or that proportionality ceases at high voltages. അല്ലേ, ഹൈ വോൾട്ടേജ് ആവുന്ന സമയങ്ങളിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി, ഈ ലീനിയർ പ്രൊപ്പോർഷണാലിറ്റി എന്താവുന്നു? മാറുന്നു, ഡീവിയേഷൻ ഉണ്ട്. അതായത് ഓംസ് ലോയുടെ വി ഐ ഗ്രാഫ് അല്ലേ, ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഡോട്ടഡ് ലൈനാണ് ശരിക്കും വി ഐ ഗ്രാഫ്. ഓംസ് ലോ പറയുന്ന വി ഐ ഗ്രാഫ് ഈ ഡോട്ടഡ് ലൈനാണ്, സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. അപ്പോൾ ലോ വോൾട്ടേജസിലൊക്കെ ഈ പ്രൊപ്പോർഷണാലിറ്റി ഗ്രാഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ വോൾട്ടേജ് കൂടുന്ന സമയത്ത് ഈ ബ്ലൂ കളറിലുള്ള ലൈനും ഈ ഡോട്ടഡ് ലൈനാണ് ഓംസ് ലോ പ്രകാരമുള്ള വി ഐ ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ബ്ലൂ കളറിൽ കാണിക്കുന്നത് ആക്ച്വൽ പ്രാക്ടിക്കൽ കേസിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്ത് പോവും, ലീനിയർ തന്നെയാണ്. പക്ഷേ ഹൈ വോൾട്ടേജ് ആകുന്ന സമയങ്ങളിൽ കറൻറ്റും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും അല്ലേ. കറൻറ്റ് ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് കണ്ടക്ടർ ഹീറ്റഡ് അപ്പ്, ദ ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ് അല്ലേ. റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് കറൻറ്റ് കുറയും. അതായത് ഹൈ വോൾട്ടേജ് ആകുന്ന സമയത്ത് ആക്ച്വൽ കിട്ടേണ്ട സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും ഗ്രാഫ് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നു, കറൻറ്റ് കുറയുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ 1 ആംപിയർ കറൻറ്റ് കിട്ടി. 2 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ 2 ആംപിയർ കറൻറ്റ്. 3 വോൾട്ട് ആണെങ്കിൽ 3 ആംപിയർ അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും 100 വോൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 100 ആംപിയർ കറൻറ്റ് കിട്ടുമെന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ ആക്ച്വലി അങ്ങനെ കിട്ടില്ല, ഒരു 95 ആംപിയറേ കിട്ടും. അതായത് കറൻറ്റ് കുറയുന്നു. ആ സ്ട്രെയിറ്റ് ലൈൻ റിലേഷനിൽ നിന്ന്, ലീനിയർ റിലേഷനിൽ നിന്ന് ചെറിയ ഡീവിയേഷൻ വന്നു, ഗ്രാഫ് ഇങ്ങനെ ബെൻഡായി. ഇതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. സെക്കൻഡ് ലിമിറ്റേഷൻ ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ സൈൻ ഓഫ് വി. അതായത് വോൾട്ടേജിൻ്റെ സൈൻ മാറുമ്പോൾ ഈ വി ഐ റിലേഷനിലെ വാല്യൂവിനും മാറ്റമുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ സപ്പോസ് +2 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടുന്ന കറണ്ട് അല്ല -2 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടുന്നത്. അത് മെയിൻലി ഡയോഡ്, ട്രാൻസിസ്റ്ററിൻ്റെ ഒക്കെ കേസിലാണ് വരുന്നത്. വി ഐ ഗ്രാഫ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഈ ഭാഗത്തെ ഗ്രാഫ് എന്ന് പറയുന്നതാണ് ഫോർവേഡ് ബയാസ്, ഇത് റിവേഴ്സ് ബയാസ്. നിങ്ങൾക്ക് പിന്നെ അത് ചാപ്റ്റർ 14 സെക്കൻഡ് ഇയറിൽ 14th ചാപ്റ്ററിൽ ഇതൊക്കെ പഠിക്കാനുണ്ട്. സെമി കണ്ടക്ടർ ഡിവൈസ് പഠിക്കുന്ന സമയത്ത് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡയോഡിൻ്റെ സിമ്പൽ. ഈ ഈ ട്രയാങ്കിൾ കാണിച്ചിരിക്കുന്നതാണ് പോസിറ്റീവ്, ഈ ടെർമിനലാണ് അതിൻ്റെ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് ഭാഗത്തുനിന്നും നമ്മൾ കണക്ഷൻ എടുക്കും. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ ഇഫ് ദി പോസിറ്റീവ് ഓഫ് ദി ഡയോഡ് ഈസ് കണക്റ്റഡ് വിത്ത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ, നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ വരുന്ന കണക്ഷനാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയാം. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഫോർവേഡ് ബയാസിങ്ങിലാണ്. ആ ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മില്ലി ആംപിയർ റേഞ്ചിൽ കറണ്ട് കിട്ടി. ഓക്കെ, റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യും. ഡയോഡിൻ്റെ നെഗറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ വരുന്ന കണക്ഷനെ നമ്മൾ പറയും റിവേഴ്സ് ബയാസ്. ആ ഗ്രാഫാണ്
ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കറണ്ടേ കിട്ടുള്ളൂ. മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള കറണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരേ വോൾട്ടേജാണ് നമ്മൾ അപ്ലൈ ചെയ്തതെങ്കിലും കറണ്ടിൻ്റെ വാല്യൂവിൽ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, in the case of VN junction diode, the value of current depends on sign of V. That is, current in the forward biasing is not equal to the current in the reverse biasing for the same voltage. Third limitation, the relation between V and I is not unique. ഒരു മെറ്റീരിയൽ, ഗാലിയം ആഴ്സനൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം, VI ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു രീതിയിലുള്ള ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചും കറണ്ടും കൂടി വന്നു. പിന്നെ ഒരു റീജിയനിലെത്തുന്ന സമയത്ത് വോൾട്ടേജ് കൂടിയാലും കറണ്ട് എന്താ ചെയ്തത്? കുറയുകയാണ് ചെയ്തത്. ഓക്കെ, വോൾട്ടേജ് കൂടിയാലും കറണ്ട് കുറഞ്ഞു. അതായത് നെഗറ്റീവ് സ്ലോപ്പാണ്, ഡിക്രീസിങ് കർവാണ് നമുക്ക് കിട്ടിയത്. ഇതിനാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ ഗ്രാഫിൽ സപ്പോസ് ഒരു കറണ്ട് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഈ കറണ്ട് എന്ന് നമ്മൾ നേരെ ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടി, അല്ലേ? ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടി. അതേപോലെ ഇങ്ങനെ നീട്ടുന്ന സമയത്ത് അതേ കറണ്ടിന് വേറൊരു വോൾട്ടേജ് വാല്യൂയും കൂടി വരുന്നുണ്ട് ഈ ഗ്രാഫിൽ. അങ്ങനെ വരുമോ? ഓംസ് ലോ പറയുന്നത് V പ്രപ്പോർഷണൽ ടു I. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 വോൾട്ട് ആകുന്ന സമയത്ത് 1 ആംപിയർ കറണ്ട് കിട്ടി. പിന്നെ 3 വോൾട്ട് ആകുമ്പോഴും 1 ആംപിയർ കറണ്ട് തന്നെ കിട്ടി. അങ്ങനെ കിട്ടാൻ പാടില്ലല്ലോ, അല്ലേ? അപ്പോൾ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഗാലിയം ആഴ്സനൈഡ് എന്നുള്ള മെറ്റീരിയലിൽ ഇതിങ്ങനെ വരുന്നുണ്ട്. അതായത് ദർ ഈസ് മോർ ദാൻ 1 value of V for the same current I. That is, the relation is not unique. അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ, V ceases to be proportional to I. Second, the relation depends on sign of V. Third, the relation between V and I is not unique. അപ്പോൾ ചില മെറ്റീരിയൽസ് എല്ലാ കണ്ടക്ടേഴ്സും ഓംസ് ലോ ഒബേ ചെയ്യണമെന്നില്ല. ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഓമിക് കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ കണ്ടക്ടേഴ്സ് വിച്ച് ഒബേസ് ഓംസ് ലോ ഒബേ ചെയ്യുന്നത്. ഫോർ VI ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. VI ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. റെസിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ആണ് ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വരിക. ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. V/I ഇസ് എ കോൺസ്റ്റൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റൽസൊക്കെ ഓമിക് കണ്ടക്ടേഴ്സാണ്. നോൺ ഓമിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിച്ച് ഡു നോട്ട് ഒബേസ് ഓംസ് ലോ. കണ്ടക്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഒബേസ് ഓംസ് ലോ. VI ഗ്രാഫ് എന്തായിരിക്കില്ല? നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, നോൺ ലീനിയർ ആണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഡയോഡിൻ്റെ ഒക്കെ കേസിൽ വരികയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഓൾസോ നോട്ട് കോൺസ്റ്റൻറ്റ്. ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് R ഇസ് ഈക്വൽ ടു ഡെൽറ്റ V/ΔI ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സാമ്പിൾസ് ഡയോഡ്, ട്രാൻസിസ്റ്റർ, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്റർ, നമ്മൾ കാർബൺ റെസിസ്റ്റർ എങ്ങനെ ഇരിക്കുന്ന അന്ന് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ കാണിച്ചതാണ് പിക്ചർ. അതേപോലെ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ സർക്യൂട്ടിൽ ഈ രീതിയിൽ കാണുന്ന കമ്പോണൻ്റാണ് ട്രാൻസിസ്റ്റർ. 3 ടെർമിനൽസ് ഉണ്ടാവും. ഓക്കെ, 3 ടെർമിനൽ അതിനുണ്ടാവും ട്രാൻസിസ്റ്റർ. ഡയോഡ് എങ്ങനെയുള്ളതാ? ഈ ഒരു ടൈപ്പിലാണ് PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, അങ്ങനെ പല ടൈപ്പ് ഡയോഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു സെമി കണ്ടക്ടർ ഡിവൈസസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ 3 ലിമിറ്റേഷനാണുള്ളത്. പിന്നെ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓമിക് കണ്ടക്ടർ ആൻഡ് നോൺ ഓമിക് കണ്ടക്ടർ. താങ്ക് യു.